ഇപ്പോൾ എനിക്ക് രാവിലെ ഇത് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെ വാർത്തകളെ കണ്ടപ്പോൾ ആലോചിച്ച് പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിലൊരു സീനാണ്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെന്റ്. ഇപ്പം ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പൂ കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ടോ കൊടുക്കൂ. അപ്പൊ ജോയ് പറകോട്ട് വിളിക്കുകയാണ്, CPM ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. ഉള്ളിൽ സങ്കടമുണ്ട് ട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്. നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. കുട്ടി മുഴുവൻ കൗൺസിലർമാരെയും ഉൾക്കൊണ്ടുപോയ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കൗൺസിലർമാരോട് ഒറ്റയ്ക്കൊറ്റ ചോദിച്ചു നോക്കണം. ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരോടുൾപ്പെടെ അവരവരുടെ വാർഡുകളിൽ നിന്നും വന്ന ആവശ്യങ്ങളിൽ ന്യായമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഒരു നിമിഷമെങ്കിലും ഈ ഭരണസമിതി താമസിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് നോക്കൂ. അത് വാർത്ത കൊടുക്കാനൊന്നുമല്ല, നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അന്വേഷിച്ച് നോക്കൂ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ശക്തമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകും. 5 വർഷം പൂർത്തിയാക്കി ജനങ്ങളെ നേരിടുമ്പോഴേക്കും കൂടുതൽ മധുരമായ വിജയം ജനങ്ങൾ സമ്മാനിക്കും. ഞാൻ ഇന്നലെ ആവർത്തിക്കുന്നു, 2047 ലോകത്തിന് ഭാരതം നേതൃത്വം കൊടുക്കുമ്പോൾ, ഭാരതം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണത്, കേന്ദ്ര ഗവൺമെന്റിന്റെയും ദേശീയ BJP നേതൃത്വത്തിന്റെ സ്വപ്നമാണ്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. അതിനുള്ള അടിത്തറയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാം. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഈ കൗൺസിലർ സുഹൃത്തിന്റെ വിഷയത്തിൽ മീശോൻകുട്ടി പറയുന്നത് നാളെ കൂടെ പങ്കെടുത്തില്ലെങ്കിൽ 3 കൗൺസിലേഴ്സ് പങ്കെടുക്കില്ല എന്നുള്ളതാണ്. എന്താണ് അതിൽ ശരി? എന്താണ് കഴിഞ്ഞ കൗൺസിലർ പങ്കെടുക്കുന്നത്? ആ പറഞ്ഞാലേ ശരിയാക്കി അവിടെ തന്നെ ചോദിക്കുകയാണ് നല്ലത്. പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, സുഗതൻ ഏപ്രിൽ മാസത്തെ കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 3 തരത്തിലുള്ള രേഖകളാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് എവിഡൻസ്, കേസ് മാർട്ട്, നിങ്ങളിപ്പോൾ തന്നെ കൺസേൺഡ് സെക്ഷനിൽ പോയി പരിശോധിച്ചാൽ അറിയാം. 2 ഫോട്ടോ ഉണ്ട്, പ്രശാന്താണ് ഫോട്ടോ എടുത്തത്, അതാണ് ഫോട്ടോഗ്രാഫർ. ഈ ഫോട്ടോഗ്രാഫർ അപ്പോയിന്റ് ഞാൻ വന്നിട്ടില്ലല്ലോ. ഇത് ആര്യാരായന്റെയും VK പ്രശാന്തിന്റെയും സമയത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ആണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഫോട്ടോ അദ്ദേഹത്തിന് ഡേറ്റഡ് ഫോട്ടോ ഉണ്ട് ആണല്ലോ. ഞങ്ങൾ മാറ്റിയിട്ടില്ല, അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആണല്ലോ. നോ, ഞാൻ പറയട്ടെ അതിന് മറുപടി അവിടെ പറയട്ടെ. പ്രശാന്ത് പറഞ്ഞോ, മൈക്കിൽ പറഞ്ഞോ, ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഇത് മാധ്യമങ്ങളെയും സമൂഹത്തെ ഇങ്ങനെ വസ്തുതകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ. ഇപ്പൊ തന്നെ 2-3 ആഴ്ച മാധ്യമങ്ങളൊക്കെ തന്നെ സുഗതൻ 2 കൗൺസിൽ ഹാജരായില്ല, അടുത്ത കൗൺസിൽ ഹാജരായില്ലെങ്കിൽ അയോഗ്യനാക്കും എന്നുള്ള ചർച്ച ചെയ്തില്ലേ? എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇങ്ങനെ അവിടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? അവര് കത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അവർ ഒറ്റ പോയിന്റ്, ഞാൻ ആ കത്തിന്റെ കോപ്പി തരാം. അതിൽ 49 പേരല്ല 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റിൽ വിളിക്കാം. ആ കത്തിന്റെ കോപ്പി നാളെ തരാം. ഇന്നിപ്പോൾ ഓഫീസ് അവധിയാണ്, വേണമെങ്കിൽ വിളിച്ചെടുക്കാം. അവർ തന്ന കത്തിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ ആ നിമിഷം കൗൺസിൽ വിളിക്കാം. അവർക്ക് തന്നെ അറിയാം. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.